നജ്മ, വേദി കനകാംബരത്തിലാണുള്ളത്. കനകാംബരത്തിൽ ഇപ്പോൾ ഏത് ഐറ്റമാണ് അരങ്ങേറുന്നത്? അമൃത, കലോത്സവം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സാഹിത്യ അക്കാദമിയുടെ പരിസരത്താണ്. ഇവിടെ 2 വേദികളാണ് ഉള്ളത്. ഒന്ന് മന്ദാരം എന്ന് പറയുന്ന വേദി 7, മറ്റൊന്ന് കനകാംബരം എന്ന് പറയുന്ന വേദി 8മാണ്. അതിൽ ഇത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, മന്ദാരം എന്ന് പറയുന്ന വേദിയിൽ ഇപ്പോൾ കേരള നടനം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനകാംബരത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഓട്ടൻ തുള്ളലും ഇങ്ങനെ സമാപനത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വേദിയിലേക്കാൾ ഒരുപക്ഷെ മനോഹരമാണ് ഇവിടുത്തെ ചുറ്റുമുള്ള കാഴ്ചകൾ എന്ന് വേണം പറയാൻ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മത്സരത്തിനായി ഒരുങ്ങി നിൽക്കുന്ന കുട്ടികളെ കാണാം. അതിലേറെ അവർക്ക് വേണ്ടി ഇങ്ങനെ അവരുടെ അവസാനഘട്ട മിനുക്കുപണികളുമായിട്ടിരിക്കുന്ന അവരുടെ ആശാന്മാരെയും ഗുരുക്കന്മാരെയും ഒക്കെ കാണാം. പ്രത്യേകിച്ച് ഓട്ടൻതുള്ളലിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അത് വേഷം വളരെ കളർഫുൾ ആണല്ലോ. മഞ്ഞയും ചുവപ്പും പച്ചയും ഒക്കെ നിറഞ്ഞ വേഷം ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. കിരീടം ഇങ്ങനെ വെച്ചിരിക്കുന്നു. അവർക്ക് മുഖത്ത് തേക്കാനുള്ള ചായം ഒരുക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായ കാഴ്ചകളാണ് സാഹിത്യ അക്കാദമിയുടെ മുറ്റത്ത് നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ വേദിയേക്കാൾ മനോഹരം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് സാഹിത്യ അക്കാദമിയുടെ മുറ്റം എന്നൊക്കെ പറയുന്നത് ഒരു ആലും അതിന് ചുറ്റും കുറേ മരങ്ങളും ഒക്കെ ചേർന്ന് പച്ചപ്പ് നിറഞ്ഞൊരു പരിസരമാണ്. അതിനിടയ്ക്ക് ഇങ്ങനെ ഓട്ടൻതുള്ളലിന്റെ വേഷം കൂടെ പച്ചയും മഞ്ഞയും ചുവപ്പും ഒക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങോട്ട് നോക്കണമെന്ന് നമ്മുടെ കണ്ണുകൾക്കൊരു സംശയം തോന്നുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ചുറ്റും കാണുന്നത്. മറ്റൊന്ന്, ഇത് കേരള നടനം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ അവിടെ കാണികളെ നമുക്ക് ഇങ്ങനെ കാണാം. നിറയെ ആളുകൾ. നമ്മളൊരു പക്ഷേ വിചാരിക്കും ഓട്ടൻതുള്ളലും കഥകളിക്കൊക്കെ പ്രേക്ഷകർ കുറവാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഒരു നിറഞ്ഞ സദസ്സ് തന്നെ കാണാൻ പറ്റും. ചുറ്റും നിറയെ ആളുകളെ കാണാൻ പറ്റും. നമ്മുടെ കൂടെ ഓട്ടൻതുള്ളലിന്റെ മത്സരം കഴിഞ്ഞിറങ്ങിയ മത്സരാർത്ഥികളൊക്കെ ഉണ്ട്. നമുക്ക് അവരെ കൂടെ കുറച്ച് കാര്യമായി തന്നെ പരിചയപ്പെടാം. അവരുടെ വേഷമൊക്കെ വിശദമായി തന്നെ കാണാം. കൂടെ അവരുടെ ആശാന്മാരൊക്കെ ഉണ്ട്. നോക്കാം അല്ലേ? എന്റെ പേര് നിരഞ്ജന. മത്സരം കഴിഞ്ഞതാണ്? കഴിഞ്ഞു. നിരഞ്ജനയുടെ ആശാൻ ഗുരു ഇവിടെ കൂടെ ഉണ്ട്. ഗുരു തന്നെ വിശദമായിട്ട് പറഞ്ഞുതരും. ഈ വേഷത്തിനെ കുറിച്ചൊക്കെ പറയുമോ? ഇത് കിരീടം 1000 നാവുള്ള അനന്തന്റെ സങ്കല്പമാണ്. ഇതെല്ലാം ഓരോ അനന്തന്റെ ഫണങ്ങളാണ് ഈ കണ്ണാടി ചില്ലുകൾ. അങ്ങനെ 1000 അനന്ത സർപ്പത്തിൽ ശയനത്തിൽ മഹാവിഷ്ണു കിടക്കുന്ന തുള്ളലിന്റെ സങ്കല്പം. മുഖത്ത് പച്ച തേച്ച മഹാവിഷ്ണുവിന്റെ വേഷം. ഇതെല്ലാം മഹാവിഷ്ണുവിന്റെ ആടയാഭരണങ്ങളാണ്. ഇത് കടലിന്റെ തിരമാലകൾ വെച്ചതാണ്. ഇത് കൃഷ്ണന്റെ ആഭരണം. ഇതിന്റെ പേര് അച്ചടി. ഇത് അച്ചടി എന്ന് പറയും. ഈ തുണിയുടെ പേര് അച്ചടി. ഇത് ഒറ്റതാക്ക്. ഈ കൈക്കടി ഇത് ഹസ്തകടകം. ഈ തോൾപൂട്ട് ഇത് കഴുത്താരം. ഇത് കുരലാരം. കിരീടം. മുഖത്ത് പച്ച തേച്ച് മനയോല പറയും. കല്ല് കഥകളിക്ക് തുള്ളല് കൂടിയാട്ടത്തിലുള്ള ഒരേ സാധനമാണ് പച്ച ഉപയോഗിക്കുന്നത്. ബാക്കിയെല്ലാം മേക്കപ്പ് സാധനങ്ങളാണ്. എത്ര സമയം എടുക്കും പക്ഷേ ഇതിങ്ങനെ ഒരുക്കിയൊക്കെ വരാൻ വേണ്ടി? നമ്മളെ 1 മണിക്കൂർ കൊണ്ട് ഒരു വേഷമാക്കാൻ പറ്റും. മൊത്തം വേഷം ഈ തുണി എറിഞ്ഞ് മേക്കപ്പ് ഒരു 1.5 മണിക്കൂർ കൊണ്ട് നല്ല വേഷം കെട്ടിക്കൊടുക്കാൻ പറ്റും. ഇത് മാഷ് പറയുന്നത് പോലെ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ ഒരു വേഷം ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുന്ന പറയുന്നത്. കിരീടമുണ്ട്, നെഞ്ചിലെ ഹാരമുണ്ട്, കച്ചയൊക്കെ കെട്ടി വളരെ മനോഹരമായ ഒരു വേഷമാണല്ലേ ഓട്ടൻതുള്ളലിൻ്റെ. ഇനി നമുക്ക് വേണ്ടി ഒരു പക്ഷേ ഒരു ചെറിയ 2 ചുവട് വെക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ സന്തോഷമാവും. അമൃത, മറ്റൊന്നുകൂടിയുണ്ട്. ഈ കലോത്സവ വേദിയിൽ നമ്മൾ കലാകാരന്മാരെയും കലാകാരിയെയും മാത്രം കുറിച്ച് പറഞ്ഞാൽ പോരാ. ഇവിടെ സദാ സന്നദ്ധരായി സജീവമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റ് കുറച്ച് മിടുക്കന്മാരും കൂടി നമ്മുടെ കൂടെയുണ്ട്. ഒരു വലിയ പരാതിയായിരുന്നു അവരെ ആരും പകർത്തുന്നില്ല എന്നുള്ളത്. നമ്മുടെ ഉത്തരവാദിത്ത കലോത്സവം എന്നുള്ള ഒരു മുദ്രാവാക്യം ഏറ്റെടുത്ത് സദാ സന്നദ്ധരായി നിൽക്കുന്ന കുറച്ച് മിടുക്കന്മാരുണ്ട്. എങ്ങനെയുണ്ട് കലോത്സവം? കലോത്സവം നല്ലൊരു ഐറ്റമായിരുന്നു. എല്ലാവരും നല്ലോണം പെർഫോമൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാക്യാർകൂത്താണെങ്കിലും മോഹിനിയാട്ടാണെങ്കിലും നല്ല മാക്സിമം അവർ ചെയ്തിട്ടുണ്ട് പറ്റണത്. ഞങ്ങൾ NSSന്റെ പേരിലാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റിയാണ്. ഞങ്ങൾ ഡോൺ ബോസ്കോ മണ്ണൂത്തിന്റെ സ്റ്റുഡൻസ് ആണ്. ടോട്ടൽ ഞങ്ങളിപ്പോൾ 8 പേരാണ്. ഈ കലോത്സവം അത്യാവശ്യം മനോഹരമായിരുന്നു. മനസ്സെന്നാവട്ടെ. ഈ ഉത്തരവാദിത്ത കലോത്സവം അതുപോലെ ഗ്രീൻ പ്രോട്ടോകോൾ ഒക്കെ എങ്ങനെ വരുന്ന കാണികളൊക്കെ അതിനോട് സഹകരിക്കുന്നുണ്ടോ? ഞങ്ങൾ അത്യാവശ്യം സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വേസ്റ്റ് 2 രീതിയിൽ ഡിസ്പോസ് ചെയ്യണം. ഒന്ന് ബയോഡീഗ്രേഡബിളും നോൺ ബയോഡീഗ്രേഡബിളും. ഞങ്ങളത് അത്യാവശ്യം പ്രോപ്പറായി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഞങ്ങളൊരു സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട് ഒരു 10 രൂപയ്ക്ക്.
എന്നിട്ട് നമ്മളത് വേദിയിൽ അവിടെയും കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആക്കണത്. നമ്മൾ തിരിച്ചാ ബോട്ടിൽ തന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്റ്റിക്കർ എടുക്കുകയും ചെയ്യും, 10 രൂപ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ NSS ആണെങ്കിൽ ഫുഡ് കമ്മിറ്റിയിലാണെങ്കിലും എല്ലാവരും അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ചേർന്ന് സംയുക്തമായ ഒരു ഗംഭീര കലോത്സവം തന്നെയാണ് നടക്കുന്നത് അമൃത. ശരി.